കയ്പില്ലാത്ത രുചികരമായ പാവയ്ക്കാക്കറി ഉണ്ടാക്കുന്നത് കാണാം. അതിനുവേണ്ടി ഒരു പാവയ്ക്ക വട്ടത്തിലരിഞ്ഞത്, ഒരു സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിരുമ്മി 15 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ആ സമയത്ത് ഒരു മസാല റെഡിയാക്കാം. പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി ഇഞ്ചി ഓരോ സ്പൂൺ വഴറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് വഴറ്റി കളർ ചേഞ്ച് ആകുമ്പോൾ ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് കടലപ്പരിപ്പുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. കൊഴുപ്പിന് വേണ്ടി കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ കടലയുടെ പൊടി ഉണ്ടെങ്കിലും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പച്ചമണം ഒന്ന് മാറുമ്പോൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച പാവയ്ക്ക അതിൻ്റെ നീരൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് ആ പാനിലേക്കിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ഫ്രൈ ആകണമെന്നില്ല. ഒരു കുറച്ച് സമയത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി മാറ്റി വയ്ക്കുക. അതിനുശേഷം പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിനുശേഷം 2 സവോള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചേർത്ത് വഴറ്റി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് തക്കാളിയും 2 തക്കാളിയും വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളമില്ലാതെ അരച്ച് ചേർക്കണം. പിന്നെ വഴന്നു വരുന്ന ആ സവാളയിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി പൗഡർ 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉണക്കമാങ്ങയുടെ പൊടിയും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ മസാല ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. ലാസ്റ്റ് നമുക്കിതിനകത്ത് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ രുചികരമായ നമ്മുടെ പാവയ്ക്കാക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.